ഇതിൻ്റെ തൊട്ട് മുമ്പിട്ട വീഡിയോയിൽ ഞാൻ ഭയങ്കര ഇമോഷണലായി പോയിട്ട് കൽപ്പറ്റ സ്റ്റേഷനിലെ പോലീസ് കാരനെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കുറേ ദിവസം കോഴിക്കോടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വയനാട്ടിലത്തെ വീട്ടിൽ നാളെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ജോൺസന്റെ ഫ്രണ്ട് ഉണ്ട്, അവരായിരുന്നു ജോൺസന് ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് പോലീസുകാരുടെ ഇടപെട്ടത്. ജാമ്യത്തിന് കോടതിയിൽ ഹാജരാകേണ്ട ദിവസം പോലീസുകാരൻ കറക്റ്റ് 11 മണിക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആളോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. നമ്പർ 18 ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയോ, നിങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞത് എന്താണെന്നറിയോ? പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് കിട്ടേണ്ട നീതി വലിയ ക്രിമിനൽസിലെ എനിക്ക് വ്യക്തമായ തെളിവോടും സാക്ഷികളോടും കൂടെ എനിക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അതാണ് നിങ്ങളൊക്കെ കൂടെ ഇല്ലാതാക്കിയത്. അതാണ് എനിക്ക് അത്ര ഇമോഷനായത്. അല്ലാതെ എൻ്റെ ഹസ്ബൻഡിനെ ഇതാക്കാനോ എന്നെയോ എൻ്റെ കുടുംബത്തെ ഇതാക്കാനോ എല്ലാം ഞങ്ങൾ അതിജീവിക്കും. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. കാരണം നമ്പർ 18 ആ ഒരു കേസ് കോടതിയിൽ നടക്കുന്നത് കറക്റ്റ് 24-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ആ കോടതിയിൽ ഹാജരാവണം സാക്ഷി വിസ്താരത്തിന്. 21-ാം തീയതിയാണ് ഈ കൽപ്പറ്റ പോലീസുകാർ എൻ്റെ ജോൺസേട്ടനെ കോഴിക്കോട് വന്നിട്ട് പിടിച്ചോണ്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ജോൺസേട്ടന് പിന്നെ സാക്ഷി വിസ്താരത്തിന് നമ്പർ 18 സാക്ഷി വിസ്താരത്തിന് കോടതിയിൽ ഹാജരാവേണ്ട സമയത്ത് എതിർഭാഗം വക്കീൽ പ്രതിഭാഗം വക്കീൽ ഈ ഒരു വിസ റിലേറ്റഡ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ഫ്രോഡല്ലേ, നിങ്ങൾ തരുന്ന തെളിവുകൾ എങ്ങനെ കോടതി വിശ്വസിക്കും? അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇത്രയും ഒരു ഇതിന് ഞാൻ ഒരിക്കലും എൻ്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരുന്ന ഒരാളല്ല. വലിയൊരു ഡ്രഗ് മാഫിയക്കെതിരെ ശബ്ദമുയർത്തിയ ആളായിരുന്നു. വളരെ നിസ്സാരമായിട്ട് ഈ കൽപ്പറ്റ പോലീസുകാർ ചെറിയൊരു പൈസയുടെ മേലെ ഇത്രയേറെ നമ്മുടെ കയ്യിലെ തെളിവുകളെയും സാക്ഷികളെയൊക്കെ തൃണമാക്കി കളഞ്ഞ് തൃണം. അതിൻ്റെ ഒരു ഇമോഷൻസ് ആണ് കേട്ടോ. താങ്ക് യു. ഞാൻ ഈ അടിക്കടി വീഡിയോ ഇടുന്നുണ്ടൊന്നും വിചാരിക്കരുത്. എൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞോ എന്നൊരു തോന്നലാണ് എനിക്ക്. താങ്ക് യു. ഇതിനു മുമ്പ് അന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൽപ്പറ്റ പോലീസിനെ പറ്റി തനിക്ക് ഉണ്ടായ അനുഭവത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു. തൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു വിസ തട്ടിപ്പ് കേസിന് മാത്രമല്ല തന്നെയും തൻ്റെ ഭർത്താവിനെയും കുടുക്കിയത് വേറൊരു കേസ് മറച്ചു വെക്കാനാണ് എന്നുള്ള രീതിയിലായിരുന്നു നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടാണ് ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു, അവർക്കെതിരെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു കണ്ട വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഭയങ്കര ഇമോഷനായിപ്പോയി. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് എനിക്കും എൻ്റെ ഭർത്താവിന് ഇതേ കണക്ക് വന്നേ എന്നുള്ളൊരു കാര്യമാണ് അന്ന ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത്.